പിന്നെ പ്രവാസികളെ കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്, എന്നാൽ അവരുടെ ഭാര്യമാരെ കുറിച്ച് അങ്ങനെ ആരും സംസാരിക്കാറില്ല. ഞാനൊരു പ്രവാസി ഭാര്യ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിന്റെ വേദന ഇത്ര ആയതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് മുന്നേ എനിക്ക് ചുറ്റിലുള്ള പല പ്രവാസി ഭാര്യമാരെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ഇവർക്കൊക്കെ എന്ത് സുഖ, ഇഷ്ടം പോലെ പണം ചിലവാക്കാലോ, പലയിടങ്ങളിൽ പോവാലോ, ദുബായ് സാധനങ്ങളൊക്കെ കിട്ടില്ലോ എന്ന്. എന്നാൽ ഞാനൊരു പ്രവാസി ഭാര്യ ആയപ്പോഴാണ് ഇതിന്റെ ഒരു ഒറ്റപ്പെടൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതൊന്നല്ല സന്തോഷം, നമ്മുടെ സുഖ ദുഃഖങ്ങൾ ഇരു ധ്രുവങ്ങളിൽ വെച്ച് പങ്കിടുന്ന ഒരവസ്ഥ. നീണ്ട ഒരു വർഷത്തെ പ്രവാസത്തിന് ശേഷം ഒരു മാസത്തെ ലീവിനൊക്കെ ആയിരിക്കും ഹസ്ബൻഡ് നാട്ടിലേക്ക് വരിക. ആ ഒരു മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരുടെ രണ്ടുപേരുടെ നെഞ്ചിൽ ഒരു കനല് കൊരിട്ട പോലെ ആയിരിക്കും. നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങളതിൽ പോണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഉള്ളത് മതി എന്നൊക്കെ. എന്നാൽ മക്കളായതിന് ശേഷം നമ്മൾ അനുഭവിച്ച പോലെ ഒരു കഷ്ടപ്പാട് അവരനുഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് മാത്രം വീണ്ടും പ്രവാസത്തിലേക്ക് തിരിച്ചു പോകുന്നവരാണ് നമ്മൾ പലരും. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രവാസം ഒരു അലങ്കാരം തന്നെയാണ്, എന്നാൽ അവനും അവന്റെ ഭാര്യക്കും അതൊരു നഷ്ട ജീവിതമാണ്.